ഇന്ന് ആളുകള് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇന്ന് നടക്കുന്ന വിഷയങ്ങൾ ഗൾഫിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ കിതാബ് വായിച്ചവനാ. ആ കിതാബിന്റെ മുഅല്ലിഫിന്റെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. സാലിഹ് എന്ന എനിക്ക് ആ കിതാബ് തന്ന ആലിം എന്നോട് പറഞ്ഞത് വഹുവ ലൈസ സാലിഹ് ഹുവ താലിഹ് എന്നാ പറഞ്ഞത്. 25 വർഷം മുമ്പ് 500 പേജ് ജനങ്ങൾക്ക് ദാവത്ത് ചെയ്യുന്നവൻ ജനങ്ങളെ വഴികേടിലാക്കുന്ന ബാബുകൾ ഇട്ടുകൊടുക്കല്ല. 25 വർഷം മുമ്പ് വല്ലാഹി ഞാൻ വായിച്ചാണ് ഈ കിതാബ്. 500 ചിരുവാനം പേജുണ്ട്. ആ കിതാബിന് ഒരു പണ്ഡിതൻ പറഞ്ഞതാ, പേര് അവസാനം സാലിഹ് എന്ന് അവസാനിക്കുന്നത്. ലൈസ സാലിഹ് ഹുവ താലിഹ് എന്നാ പറഞ്ഞത്. അഭിപ്രായങ്ങൾ പറയുമ്പോ ഇദാ ഹദ്ദദ റജുലു മാ അഖീഹി അമാനത്തുൻ ഖാല ഫുലാൻ ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിന്റെ ആദ്യത്തെ പേജുകളിൽ പറയുന്നു, എന്റെ ഷർത്ത് ആര് ഇവിടെ എന്തെന്നറിയോ, എല്ലാം എടുത്തിട്ട് സ്വന്തം ചരക്കായിട്ട് ഇറക്കുക. പറയും ഏത് കിതാബെന്ന്, ഏത് മുഅല്ലിമെന്ന് പറയും. ഞങ്ങൾ അവനിലേക്ക് മടങ്ങട്ടെ. അവനെ കുറിച്ച് ആലിമീങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പുറത്തിടട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൽമിന്റെ അഹ്ലുകാരുടെ മജ്ലിസുകളിൽ സംസാരിക്കണമെന്നാണ്. കാരണം സംസാരിക്കുന്ന ആളിന് ജലലും ഖലലും ഉണ്ടാവും, സബ്ഖുൽ ലിസാൻ ഉണ്ടാവും. മീഡിയയിൽ അങ്ങ് അടിച്ചു പോകും. പിന്നീട് നമുക്ക് തസ്ഹീഹ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നല്ല ഇഖ്ലാസുള്ള നല്ല ആലിമീങ്ങളുടെ സദസ്സുകളിൽ സംസാരിക്കുന്നത് അൽ മുഅ്മിൻ മർആത്തുൽ മുഅ്മിൻ, ഒരു മൂമിന്റെ കണ്ണാടിയാണ് മറ്റൊരു മൂമിൻ. നമ്മളുടെ ഇൽമിലുള്ള കുറവുകളെ അവർ നമുക്ക് പരിഹരിച്ചു തരും. ഈ ഹദീസിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് അൽ മുഅ്മിൻ മർആത്തുൽ മുഅ്മിൻ, ഒരു മൂമിന്റെ കണ്ണാടിയാണ് മൂമിൻ. എന്നാൽ കണ്ണാടിയെക്കാളും കണ്ണാടിയിൽ ഫ്രണ്ട് സൈഡല്ലേ കാണുകയുള്ളൂ. മൂമിൻ ബാക്ക് സൈഡും കാണിച്ചു തരും. അവനാണ് മൂമിൻ. യഹൂതുഹു മിൻ വറാഇഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂമിൻ യഹൂതുഹു മിൻ വറാഇഹി, ഇവിടെ പുറകെ നിന്ന് കുത്തലാ നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മൂമിൻ യഹൂതുഹു മിൻ വറാഇഹി. കാരണം മൂമിനായ സ്നേഹിതന് അവൻ എന്തെങ്കിലും വരുമ്പോ പിറകെ അവൻ കാണുന്നില്ല, അവനെ രക്ഷിക്കാൻ അവനുണ്ടാവും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ജമിയത്തുൽ ഉലമാ സമസ്ത കേരള സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ സംഗമം, ഇതിലേക്ക് ബഹ്റൈൻ സമസ്തയുടെ ഖാദിമായ, ബഹ്റൈൻ സമസ്തയുടെ വീണ്ടും ഖാദിമായ, കാരണം ഭരിക്കാൻ ആളുകളെ ആവശ്യമില്ല, ദീനിൽ ഖിദ്മത്തിനാണ് ആവശ്യം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഖൗമി ഖാദിമുഹും, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു ഖൗമിന്റെ നേതാവ് അതിൻ്റെ ഖാദിമായിരിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകൾ പോകുമ്പോൾ അവസാനമുണ്ടാവും. നടക്കാൻ കഴിയാത്ത കഴുതയിൽ വരുന്നവരുണ്ടാവും, വയസ്സായ ആളുകളുണ്ടാവും. അങ്ങനെ കൊണ്ടുപോകും. അതാണ് ആലിമീങ്ങൾ. സയ്യിദുൽ ഖൗമി ഖാദിമുഹും. സമസ്ത ബഹ്റൈൻ്റെ ഈ ഖാദിമിന് ഇങ്ങനെ ഒരു സ്ഥാനം തന്ന ജമിയത്തുൽ ഉലമാ, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും, അതുപോലെ തന്നെ എനിക്ക് മുമ്പിരിക്കുന്ന, എനിക്കറിയും എനിക്ക് മുമ്പിരിക്കുന്ന ആളുകൾ എന്നെക്കാളും സഖാഫത്തുള്ള, ഇൽമുള്ള, അറിവുള്ള, അങ്ങനെയാണ് ഇൽമ്. ആലിമീങ്ങളുടെ ഇൽമ് അങ്ങനെയാണ്. കിതാബുകളിൽ പറഞ്ഞു ഒരു ആലിമ് നഹ്വി ആയിരിക്കണമെന്നില്ല, നുഹാത്തിൽപ്പെട്ടവനായിരിക്കണമെന്നില്ല, ലുഗവി ആയിരിക്കണമെന്നില്ല, എന്നാൽ അത്യാവശ്യത്തിന് അറിയും. അതുപോലെ എനിക്ക് മുമ്പിരിക്കുന്ന നിങ്ങൾ എന്നെക്കാളും അറിവുള്ളവരാണെന്ന് എനിക്കറിയും. സമസ്ത ബഹ്റൈൻ എന്ന് പറയുന്ന ബഹ്റൈനിലെ കേന്ദ്ര കമ്മിറ്റി, അതുപോലെ തന്നെ 16ഓളം ഏരിയ കമ്മിറ്റികൾ, അതുപോലെ തന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ, അതുപോലെ തന്നെ SKSF തുടങ്ങി ബഹ്റൈനിൽ സമസ്തയെ തലയിൽ വെച്ച് ചുമക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന
ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് കടപ്പാട് രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മജ്ലിസിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അവരെ എപ്പോഴും ഓർക്കുമ്പോൾ നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഉപ്പയെ മക്കൾ മനസ്സിലാക്കുക, സയ്യിദുൽ ഉലമയെ നമ്മൾ ബഹുമാനിക്കുന്നത്, ഒന്ന് അവർ സയ്യിദാണ്, ലഹു മാ ലഹു. രണ്ടാമത്തേത് വഹുവ ആലിമ, ലഹു മാ ലഹു. മൂന്നാമത്തേത് അവര് നമ്മുടെ സമസ്തയുടെ ഏറ്റവും ഉന്നതയിൽ നമ്മളെ നയിക്കുന്ന ആളാണ്, ലഹു മാ ലഹു. അൻസിലിന്നാസ മനാസിലിഹിം, അൻസിലിന്നാസ മനാസിലിഹിം. മൻസിൽ കൊണ്ട്, ദറജ കൊണ്ട് ബഹുമാനിക്കപ്പെടണം, നസബ് കൊണ്ട് ബഹുമാനിക്കപ്പെടണം. പറയുന്നവർ പറയട്ടെ, നമ്മൾ ഇൽമു കൊണ്ട് ബഹുമാനിക്കപ്പെടണം. അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന സയ്യിദുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സിന് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ സ്റ്റേജിലിരുന്ന MD ഉസ്താദ്, അതുപോലെ തന്നെ മാസ്റ്റർ ബഹുമാനപ്പെട്ട ജുമലില്ലൈലി തങ്ങള്, ഹിദായത്തുള്ള തങ്ങള്, സുലൈമാൻ ദാരിമി, ഒരുപാട് ആലിമീങ്ങൾ, എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എനിക്ക് മുമ്പിരിക്കുന്ന നിങ്ങളോ, ഇത് വലിയൊരു മജ്ലിസാണ് കേട്ടോ, വലിയൊരു മജ്ലിസ്. ദുആക്കിത്തരം കിട്ടാൻ, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഇൽമിന്റെ മജ്ലിസ് പോലെ. കാരണം ഇദാ മറർതും ബിറിയാദിൽ ജന്ന ഫർതഉ, രണ്ട് റിയാദുൽ ജന്നകളാണ് ദുനിയാവിലുള്ളത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അടുത്തുള്ള റിയാദുൽ ജന്ന, വേറൊന്ന് ഇൽമിന്റെ മജ്ലിസുകൾ. ഞാൻ എപ്പോഴും പറയും, ഇൽമിന്റെ ഹലഖുൽ ദിക്ർ, മജ്ലിസുൽ ഹലാൽ വൽ ഹറാം, അവിടെയാണ് ദുആക്ക് ഇജാബത്ത്. ഇത് ദുആക്ക് ഇജാബത്തിന്റെ മജ്ലിസാണ്. എന്നെക്കാളും ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, റുബ്ബ അശ്ഗദ അഗ്ദ, കണ്ടാൽ ഒരു ഹൈബത്തും ഉണ്ടാവൂല, രണ്ടും ഒരു തുണിയേ ഉണ്ടാവുള്ളൂ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനോട് സ്വർഗത്തിനെ ചോദിച്ചാൽ സ്വർഗം കൊടുക്കുന്നവരെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അല്ലാഹു നമ്മുടെ ദുആക്കളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൽ വന്ന ഉസ്താദന്മാർ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തിനെ നൽകട്ടെ, ഹിദായത്തിനെ നൽകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വളരെ സംക്ഷിപ്തമായിട്ട് തന്നെ ജമീയത്തുൽ ഖുതബ, നമ്മുടെ വദീഫ എന്താണ്, വാട്ട് വി ആർ. എപ്പോഴാണോ വിവാഹം കഴിച്ച ഭർത്താവിന് ഞാനൊരു ഭർത്താവാണ്, എന്റെ മസൂലിയത്ത് അറിയാത്തത് കൊണ്ടല്ലേ പ്രശ്നം. ജമീയത്തുൽ ഖുതബ മൻ നഹ്നു, നമ്മൾ ആരാണ്? നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടോ നമ്മളെ സമുദായം കാണുന്ന കാഴ്ച കൊണ്ടാണോ നമ്മളെ തീരുമാനിക്കുന്നത്? മൻ അന്തും. ചോദ്യം. ഖുതബ എന്നുള്ള വാക്കിന് ലുഗതൻ അശ്ശഖ്സു അല്ലദീ യുൽഖിൽ ഖതബ അമാമ അന്നാസ്, ഒരുപാട് ആളുകളെ മുമ്പേ ഒരുപാട് വിളിച്ചു പറയുന്നവരൊക്കെ ഭാഷയിൽ ഖതീബാണ്. ഹൽ അന്തും മിൻഹും, അതാണ് നമ്മുടെ പണി. നമ്മുടെ പണി എന്താണ് സഹോദരങ്ങളെ? നമുക്ക് അള്ളാഹു സമുദായത്തിന് നല്ല വില തന്നിട്ടുണ്ട്, നമ്മുടെ സമുദായങ്ങൾ നല്ല വില തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ യഥാർത്ഥത്തിൽ പറയും അഹദീദല്ല, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. സ്വന്തം നഫ്സിനെ അറിഞ്ഞവൻ അല്ലാഹനെ അറിയും. തമിഴിൽ പറയും, തന്നെ അറിവത് ഫറുദടിമാനെ, തൻ റബ്ബை അറിവത് സുന്നത്തടിയേനെ. നിന്നെ അറിയല് ഫറുദും നിന്റെ റബ്ബിനെ അറിയല് സുന്നത്തും എന്ന് തമിഴ് പറയും. ഹദീദല്ല, ഇത് പഴഞ്ചൊല്ലാണ്. ഇവിടെ ആരാണ് ഖതീബ്? മനിൽ ഖതീബ്? തഅരീഫ്. ആരാണ് ഖതീബ്? ഈ പറഞ്ഞ അൻ ജാബിർ റളിയല്ലാഹു അൻഹു, عن جابر رضي الله عنه كان النبي صلى الله عليه وسلم يخطب يوم الجمعة خطبتين قائما يفصل بينهما بجلوس.
1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു യൗമൽ ജുമുഅത്തി ഖുത്ബതൈനി ഖായിമൻ യഫ്സിലു ബൈനഹുമാ ബിജുലൂസ്. ആ ഇസ്ലാമിന്റെ ശിആർ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞ ആ ശിആറിനെ എല്ലാവർക്കും അറിയാം. ഒരു 40 പേര് കൂടിയാൽ ജുമ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. ആ ഷിആറിനെ ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മുഹ്തറമായ ഒരു വളീഫയിലാണ്, ഒരു അമലിലാണുള്ളത്. അത് തന്നെയാണ് സയ്യിദുൽ ഉലമ ഊന്നിപ്പറഞ്ഞത്. അതുപോലെ തന്നെയാണ് MD ഉസ്താദും അവരുടെ ഭാഷയിൽ പറഞ്ഞത്. ഇപ്പൊ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഖതീബ് അള്ളാഹുവിനും മറുപടി പറയണം, ജനങ്ങൾക്കും മറുപടി പറയണം. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവന് ഇങ്ങനെ ഒരു വിഷയമുണ്ട് പറഞ്ഞാലോ, എൻ്റെ വായിക്ക് തന്ന സമയം 1 മണിക്കൂറാണ് കൊണ്ടോ എത്തിയിടത്ത് എത്തിപ്പെടും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനും മറുപടി പറയണം, സമുദായത്തിനും മറുപടി പറയണം. ഇതാണ് ഇസ്ലാം. ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഖത്തീബന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഷിആറിനെ ഒരുപക്ഷെ ആരും കാണാത്ത, ഓണം കാണാത്ത മൂല എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ദീനിനെ ഉയർത്തിക്കാട്ടുന്ന ഒരു വലിയ മൻസബിന്റെ ആൾക്കാരാണ്, ചുമതലയുടെ ആൾക്കാരാണ്. രണ്ടാമത്തേത്, ആ മജ്‌ലിസിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? വെള്ളിയാഴ്ച ജുമയ്ക്ക് ഇന്ന് ആളുകൾ വരുന്നു. മൻ തവല്ല ഫഹ്സനൽ വുദൂഅ ثم اتى الجمعه فدنا واستمع. നോക്കിക്കോളൂ, ഖത്തീബിന്റെ വില അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണിത്. മൻ തവല്ല ഫഹ്സനൽ വുദൂഅ ثم اتى الجمعه فدنا. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മക്കയിൽ പോകുമ്പോ നീ കഅബക്കടുത്ത് ഹജറുൽ അസ്വദിന് അടുത്ത് പോകണം, നിന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്നേ. ഖതീബ് ഖുത്ബ ഓതുന്ന ഖതീബിന്റെ അടുത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദനാ, നീ അടുത്ത് പോകണം. വസ്തമഅ. ആ ഖുത്ബയെ ഇസ്തിമാ ബിഖസ്ദ് സമഉ വൽ ഇസ്തിമാ. റോട്ടിൽ കൂടി പോകുമ്പോ കുറെ പള്ളു വിളിക്കുന്നുണ്ട്, അല്ലാഹ് നമ്മളെ ശിക്ഷിക്കുവോ? ഇങ്ങനെ ഒന്ന് കേട്ടാൽ ശിക്ഷിക്കും. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ഇസ്തിമാ സമഅ ബിൽ ഖസ്ദ്. അതുകൊണ്ടാണ് കല്യാണ വീട്ടിൽ ചുമ്മാ ഖുർആൻ ഓടിക്കൊണ്ടിരുന്നാലും ഒന്നും കിട്ടൂല കേട്ടോ, കിട്ടൂല കേൾക്കാൻ. അതായത് ഖതീബിന്റെ നമ്മളുടെ ജോലി അല്ലാഹുവിൻ റസൂലും എത്ര ഫضലുള്ളതായിട്ട് കാണുന്നു എന്ന് നിങ്ങൾ കാണുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫദനാ, അതിന്റെ അടുത്ത് പോകണം. വസ്തമഅ, ഖസ്ദോട് കൂടി അവൻ കേട്ടു. വൻസത, മൗനം അവലംബിച്ചു. ഗുഫിറ ലഹു മാ ബൈനഹു ബൈനൽ ജുമുഅ വസിയാദത്തി 3 അയ്യാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ് ഇതിന്. അതായത് അസ്മാഉൽ ഹുസ്നാന്റെ ഇതില് മൻ അഹ്സാഹാ ദഖലൽ ജന്ന, 99 നാമങ്ങളെ അഹ്സാഹാന്റെ അർത്ഥം, വാക്കർത്ഥം എണ്ണുക എന്നുള്ളതാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ ഒരു തമിഴ്നാട്ടുകാരനായ ഉസ്താദ് എന്ന് പറഞ്ഞു, മൻ അഹ്സാഹ, ആരെങ്കിലും എണ്ണി തിട്ടപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ അതിലൊരു പുതിയ അഭിപ്രായമുള്ളവനെല്ലാം എണീറ്റ്, അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞ അത് അങ്ങനെ തന്നെടോ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ് നമുക്ക് ആധാരം. അള്ളാഹുവിന്റെ റസൂൽ പിന്നെ ശറഹിൽ ഒരുപാട് പറയുന്നുണ്ട്, അത് വേറെ. മൻ അഹ്സാഹ എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണോ? 99 അസ്മാക്കളെ എണ്ണിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ആ വാക്കുകൾക്ക് വെറ്റോ പറയാൻ ആരാ?
ശറഹിൽ നമ്മളും വായിക്കുന്നുണ്ട് ഒരുപാട്. അതിനെ പഠിക്കണം, അതിനെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തണം. ഇവിടെ ഖുത്ബയ്ക്ക് വന്നയാൾ ഖതീബിനോട് അടുത്തിരിക്കുമ്പോ 10 ദിവസത്താണ് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത്. ആ ഖതീബിന്റെ ഖുത്ബയുടെ അളമത്തിനെ മനസ്സിലാക്കുക. എന്നിട്ട് വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. അപ്പം ആ മജ്ലിസ് എത്ര ഫളിലുള്ളതാണെന്ന് നോക്കൂ. ഒരുപാട് ഹദീസുകൾ വേറെ കിടക്കുന്നു. ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ. രണ്ടാമതായിട്ട് പറഞ്ഞു, വീണ്ടും സംസാരിച്ചുകൂടെന്ന് പറഞ്ഞില്ല. വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ലഹു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി قال الإمام النووي رحمة الله عليه فيه نهي عن مس العصا وغيره من أنواع العبد في حال الخطبة. അബദ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ട്. ഇതാണ് അബദ്. ഇതുപോലും ഖുത്ബയുടെ സമയത്ത് പാടില്ല എന്ന് പറയുമ്പോൾ ആ ഇബാദത്ത് ഇവിടെയാണ് നമ്മളുടെ വിഷയം. ആ ഇബാദത്ത് എത്ര മുഖ്യമാണ്. ഇവിടെയാണ് വരുന്നത്. ഉസ്താദേ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു ചോദ്യം. അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇബാദത്തുകളിൽ എങ്ങനെ ഒരു ചോദ്യം വരും, അത് ഖുത്ബയിൽ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പറച്ചില്. എന്താണ് ജവാബ്? മാ ഹുവൽ ജവാബ് ഇൻദനാ? എന്താണ് ഇതിന്റെ ജവാബ്? ഒന്നാമതായിട്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ശാഫി മദ്ഹബിന്റെ ഉസൂലുൽ ഫിഖ്ഹിൽ പറഞ്ഞത് ബിഅന്നൽ അസ്ല ഫിൽ ഇബാദത്തി തൗഖീഫ് വലം തസിഹു സിയാദ അലാ ദാലിക. ഇബാദത്തുകൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു പ്രത്യേകിച്ച് നിസ്കാരം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞതാണ്. അതിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല. ഖുത്ബയുടെ തർജ പോയിട്ട് ഇന്ന് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഒരു വാങ്ങിന് പോലും അല്ലാഹ് ഈസ് ഗ്രേറ്റ് എന്ന് പറയാൻ അനുവദിച്ചിട്ടില്ല. ഒരു വാങ്ങിന് പോലും അതിനെ തർജ്ജമ ചെയ്ത് പറയാൻ ഇന്നുവരെ അനുവദിച്ചിട്ടില്ല. പക്ഷെ ഖുത്ബയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാഫി മദ്ഹബിന്റെ കിതാബുകളിൽ ഇത് ഞാൻ വായിച്ചത് ശറഹുൽ ബഹ്ജയിലുള്ളതാണ്. بأن الأصل في العبادات التوقيف ولم تصح الزيادة ولا ذلك. ഇബാദത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് കാണിച്ച രീതിയിൽ ചെയ്യലാണ്. അതിനെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടുള്ളതല്ല. രണ്ടാമതായിട്ട് ഇബാദത്തുകളിൽ കൂലി കിട്ടാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെന്നില്ല. ഇബാദത്തുകളിൽ കൂലി കിട്ടാൻ അങ്ങനെയാണെങ്കിൽ ഖുർആൻ കലാമുല്ലാഹിൽ മുഅ്ജിസ് യുതഅബ്ബദു ബിതിലാവതിഹി. അർത്ഥം അറിഞ്ഞാണ് കൂലി കിട്ടുന്നതെങ്കിൽ എത്ര പേർക്ക് കൂലി കിട്ടും? അങ്ങനെയാണെങ്കിൽ അത്തഹിയാത്ത് നമ്മൾ ഓതുന്നു, അത് അർത്ഥം അറിഞ്ഞാണ് കൂലി കിട്ടുന്നതെങ്കിൽ എത്ര പേർക്ക് കിട്ടും? അപ്പൊ ഖുത്ബയ്ക്ക് വന്നിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇബാദത്താണ്. ഖത്തീബ് അവർകൾ ഓതുന്ന ഖുത്ബയിലെ ഇബാറത്തുകളും ആയത്തുകളും നമ്മൾ കേൾക്കുക നമുക്ക് വാജിബാണ്. അവിടെ മലയാളീകരിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ ലോകത്തെവിടെയും അല്ലാഹു അക്ബർ എന്നുള്ള അദാൻ അതിനെ അല്ലാഹ് ഈസ് ഗ്രേറ്റ് എന്നോ അല്ലാഹ് വലിയവനെന്നോ അല്ലാഹ് പെരിയവനെന്നോ ആക്കാൻ ഇന്നുവരെ എവിടെയും അനുവദിച്ചിട്ടില്ല. പിന്നെയല്ലേ ഈ കാര്യം. രണ്ടാമത്തേത് സാധാരണക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അർത്ഥം അറിയണ്ടോ? അത്തഹിയാത്തിന് എത്ര പേർക്ക് അർത്ഥറിയും? അങ്ങനെ അർത്ഥം അറിഞ്ഞിട്ടാണ് ഇബാദത്തിന് കൂലി കിട്ടുന്നതെങ്കിൽ എത്ര പേര് അത്തഹിയാത്ത്? ഇബാദത്തിന് അതില്ല.
ഇബാദത്തുകൾക്ക് അതില്ല. ഫാത്തിഹ ഓതുന്നു, ആയത്തുകൾ ഓതുന്നു. അപ്പൊ ഇവിടെ രണ്ടാമതായിട്ട് ഇസ്ലാമിന് ഒരുപാട് കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊന്നും ബുദ്ധി ഉപയോഗിക്കാറില്ല. ഹജ്ജ് ഏറ്റവും നല്ല ഉദാഹരണം ഹജ്ജാണ്. ഇത്തിബാ റസൂൽ എന്താണെന്നറിയോ? ഹജ്ജ് ഇങ്ങനെ ഈ യുക്തി കൊണ്ട് വിശദീകരിക്കുന്ന ആളുകൾക്ക് അറഫാന്റെ രാത്രി അറഫ കഴിഞ്ഞാല് വന്ന് കിടക്കേണ്ടത് മക്കത്തെ പള്ളിയിലാണ്. കാരണം 1,00,000 റക്അത്തിന്റെ കൂലിയാ. പക്ഷെ അവിടെയല്ല കിടക്കല്. എവിടെ കിടക്കും? വയല് രാപ്പാർക്കും. ഇത്തിബാ റസൂൽ ഇവിടെയാണ്. ഇത്തിബാ റസൂൽ ഹജ്ജ് ഇത്തിബാ റസൂൽ തന്നെയാണ്. അവിടെ നിൽക്കണം, അവിടെ തുടങ്ങണം, അവിടെ പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹജ്ജിന്റെ കിതാബുകളിൽ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞത് ഹജ്ജിന് 2 റക്അത്ത് ഖാസായിട്ട് നിസ്കാരമുണ്ടോ? 5 വക്തല്ലേ ഉള്ളത്. പക്ഷേ ഹജ്ജ് ഇത്തിബാ റസൂൽ ശരിക്കും നോക്കിയാല് അറഫാന്റെ രാത്രി അറഫ കഴിഞ്ഞാല് നേരെ വന്ന് മക്കത്ത് പള്ളിയിലാണ് കിടക്കേണ്ടത്. അല്ല, വഴിക്ക് രാപ്പാർക്കും. ഇവിടെയാണ് ഇത്തിബാ റസൂൽ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. യുക്തി കൊണ്ട് ഇസ്ലാമിനെ നിങ്ങളിങ്ങനെ ഖുത്ബന്റെ അർത്ഥം മനസ്സിലാവണം, അതിന് മലയാളത്തിൽ കേൾക്കണം. എന്ത് സാധാരണക്കാരനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് അത്തഹിയാത്ത് കബൂലാവും? എത്ര പേരുടെ ഫാത്തിഹ കബൂലാവും? അത് കഴിഞ്ഞാല് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ കിതാബുകളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുണ്ടായി. ഒന്ന്, യുക്തി കൊണ്ടാണെങ്കിൽ മനിക്ക് കുളി ഫർള്. നോമ്പ് പിടിച്ചുകൊണ്ട് സ്വന്തമേ മനി പുറത്തു വന്നാൽ നോമ്പ് ബാത്തിലാവും. എന്നാൽ നജാസത്ത് എന്ന് പറയുന്ന മൂത്രവും മലവും ഇതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല, നോമ്പ് ബാത്തിലാവൂല. എന്താണ് ഹുക്മ്? ഇതാണ് ശറഅ്. ഇതാണ് ശറഅ്. ഇവിടെയൊന്നും യുക്തി ഉപയോഗിക്കാൻ പാടില്ല. എന്താ പണ്ഡിതന്മാർ അതുപോലെ ഫുറിദൽ ഗുസ്ലു മിനൽ മനി, ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിയുണ്ട്, പക്ഷെ ഇന്ദ്രിയം നജസല്ല. എന്നാൽ മലവും മൂത്രവും അതിന് കുളിയില്ല. ഇതിനാരെങ്കിലും യുക്തിവാദം പറയും? ഇവിടെ യുക്തിവാദത്തിന് സ്ഥാനമില്ല. ഇവിടെ തൗഖീഫാണ് സഹോദരങ്ങളെ. തൗഖീഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴിയിൽ കൂടി. അപ്പൊ ജുമുഅന്റെ വിഷയത്തിൽ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഹനാബിലകളും ഈ ഖൗലിൽ അസ്ലു ഫിൽ ഇബാദാത്തി ഹദറൂൻ, അസ്ലു ഫിൽ ഇബാദാത്തി ഹദറൂൻ ലാ യുശ്റഉ ഇല്ലാ മാ ശറഅഹുല്ലാഹ്. ഇബാദത്തുകളിൽ അതിൻ്റെ അസ്ല് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് മാത്രമാണ്. അതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ പാടില്ല. ഇത് ശാഫിഈ മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും അടിസ്ഥാന ഫിഖ്ഹാണിത്. ഹംബലി മദ്ഹബിന്റെ ഉസൂലുൽ ഫിഖ്ഹിലെ ഡോക്ടർ അബൂ സുലൈമാൻ അൽ അസ്കർ എഴുതിയ കിതാബിൽ നിന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഷാഫിഈ മദ്ഹബ് അത് തന്നെ. അതുകൊണ്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇബാദത്തുകളിൽ അർത്ഥമറിയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ എങ്ങനെ? അത് കഴിഞ്ഞാൽ നേരത്തെ ഉസ്താദന്മാർ പറഞ്ഞു, നമ്മുടെ ചുമതല അവിടെ അവസാനിക്കുന്നില്ല. ഖതീബന്മാരുടെ ശരിക്കും ഖുതബാ ഉലമ ആരാണ്? ഖുതബ, വളീഫത്തുൽ ഖുതബ. നിങ്ങളുടെ വളീഫയാണ് ഖതീബ്. ബിൽ അസ്ൽ അൻതും ഉലമാ മിൻ ജുംലത്തിൽ ഉലമാ. ആലിമീങ്ങൾ എന്ന് പറയുന്ന ഈ സമുദായത്തെ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞ ആലിമീങ്ങളാണ് ഖുതബാക്കൾ. അതിലെ ഒരു വളീഫയാണ് ഖതീബിൻ്റെ. പക്ഷെ ഖതീബിൻ്റെ പണി അവിടെ തീരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദിദിൻ നാസ ഫീ കുല്ലി ജുമഅത്തിൻ മറ ഫഇന്ന ബൈത മറതൈൻ ഫഇന്ന അക്തർത തലാത മറാത്ത്. ജനങ്ങളെ ഓരോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6337 ഹദീസാണിത്. അതായത് ഇന്ന്
ഇന്ന് ആളുകൾ ആലിമീങ്ങൾ പറയുമ്പോൾ റിവായത്തുകൾ ചെയ്യുമ്പോൾ ഹദീദ് മാത്രമല്ല വാക്കുകൾ പോലും റിവായത്ത് ചെയ്യുമ്പോൾ, അതായത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മുഖദ്ദിമ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ വായിച്ചു നോക്കിയാ പറയും, ഷർത്തി, എന്റെ ഷർത്ത് ഞാൻ ആര് എന്ത് പറഞ്ഞാലും അതിൽ പറയൂ. ഇന്ന് ആളുകള് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇന്ന് നടക്കുന്ന വിഷയങ്ങൾ ഗൾഫിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ കിതാബ് വായിച്ചവനാ. ആ കിതാബിന്റെ മുഅല്ലിഫിന്റെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, സാലിഹ് എന്ന എനിക്ക് ആ കിതാബ് തന്ന ആലിം എന്നോട് പറഞ്ഞത് വഹുവ ലൈസ സാലിഹ് ഹുവ താലിഹ് എന്നാ പറഞ്ഞത്. 25 വർഷം മുമ്പ് 500 പേജ് ജനങ്ങൾക്ക് ദാവത്ത് ചെയ്യുന്നവൻ ജനങ്ങളെ വഴികേടിലാക്കുന്ന ബാബുകൾ ഇട്ടുകൊടുക്കല്ല. 25 വർഷം മുമ്പ് വല്ലാഹി ഞാൻ വാങ്ങിച്ചാണ് ഈ കിതാബ്. 500 ചിരുവാനം പേജുണ്ട്. ആ കിതാബിന് ഒരു പണ്ഡിതൻ പറഞ്ഞതാ, പേര് അവസാനം സാലിഹ് എന്ന അവസാനിക്കുന്നത്, ലൈസ സാലിഹ് ഹുവ താലിഹ് എന്നാ പറഞ്ഞത്. അഭിപ്രായങ്ങൾ പറയുമ്പോ ഇദാ ഹദ്ദദ റജുലു മാ അഖീഹി അമാനത്തുൻ ഖാല ഫുലാൻ, ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിന്റെ ആദ്യത്തെ പേജുകളിൽ പറയുന്നു, എന്റെ ഷർത്ത് ആര് ഇവിടെ എന്തെന്നറിയോ, എല്ലാം എടുത്തിട്ട് സ്വന്തം ചരക്കായിട്ട് ഇറക്കുക. പറയും ഏത് കിതാബെന്ന്, ഏത് മുഅല്ലിമെന്ന് പറയും, ഞങ്ങൾ അവനിലേക്ക് മടങ്ങട്ടെ. അവനെ കുറിച്ച് ആലിമീങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പുറത്തിടട്ടെ. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ആലിമീങ്ങൾ പ്രത്യേകിച്ചും ഹദ്ദിദിൻ നാസ ഫീ കുല്ലി ജുമുഅത്തിൻ മർറ, ഓരോ ജുമുഅയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം നിങ്ങൾ ഉപദേശിക്കണം. ഫൈൻ അബൈത മർറതൈൻ, അല്ലെങ്കിൽ 2 പ്രാവശ്യം. ഫൈൻ അക്സർത 3 മർറാത്ത്, അല്ലെങ്കിലോ 3 പ്രാവശ്യം. കൂടുതലായി എല്ലാ ദിവസവും ക്ലാസ് വെച്ചാൽ ആരും ഉണ്ടാവില്ല. എൻ്റെ അനുഭവമാണ്. എല്ലാ ദിവസവും ക്ലാസ് വെച്ചാൽ നമ്മൾ ബാക്കിയാവും. ഇന്നക്സർത 3 മർറ, ഹദീദിന്റെ ആ സൗന്ദര്യം നോക്കൂ. ഇന്നക്സർത 3 മർറാത്ത് ഫലാ ഉൽഫിയന്നക തഅതിൽ ഖൗം വഹും ഫീ ഹദീദിൻ മിൻ ഹദീദിഹിം തഖ്തഉ ഹദീദഹും വതഖുസ്സു അലൈഹിം. ജനങ്ങൾ ഭയങ്കര ബിസിയായിരിക്കുമ്പോൾ ഓടിച്ചെന്നൊന്ന് ഇരിക്കി എന്ന് പറഞ്ഞ് ഈ ഫതുമില്ലുഹും, അങ്ങനെ അവരെ ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. സുബ്ഹാനല്ലാഹ്, അതാണ് ഉസ്താദ് പറഞ്ഞത്. എല്ലാരും ഇരിക്കണമെന്ന് പറഞ്ഞാല് ദഅവത്തിന്റെ ബാബില് ബിൽ ഹിക്മത്തി എന്താണ് മൗഇളയെ പിന്തിച്ചത്? ഹിക്മത്തിനെ. അതിനെ എങ്ങനെ ഡോക്ടർക്ക് മരുന്നറിയാം, പക്ഷെ ഈ രോഗിക്ക് എങ്ങനെ കുത്തിവെക്കണം, രോഗിയുടെ ആപ്പീസ് പൂട്ടി പോരുത്. അതാണ് ഹിക്മത്ത്. അപ്പൊ ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന, ഓരോരുത്തരും വല്ലാഹി നിങ്ങളുടെ ജനങ്ങളെ മറാഅത്തുൽ മുഖാത്തിബീൻ, ഞാൻ ഏത് രാജ്യത്താ ജോലി ചെയ്യുന്നത്, എൻ്റെ ആൾക്കാർ എങ്ങനെയാണ് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരിക. ദായികൾക്കാണ് മറ്റുള്ളവരെ ആവശ്യം. എപ്പോഴും നോക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബാക്കളോട് പറഞ്ഞു, ഒരു ഉദാഹരണം, ഒരു ഒട്ടകം അതിൻ്റെ ഉടമസ്ഥനിൽ നിന്നും ഓടിയാൽ എല്ലാവരും കൂടി വിരട്ടിയാൽ അത് ഇല്ലാതായി പോകും. ഉടമസ്ഥൻ അറിയാം ആ ഒട്ടകത്തെ ഏത് പച്ചില വെച്ച് പിടിക്കണം. അതുപോലെ എൻ്റെ ജനങ്ങളെ ഞാൻ അറിയും എങ്ങനെ ദഅവത്ത് ചെയ്യണമെന്ന്. ഇപ്പൊ പള്ളിയിലെ ഖത്തീബന്മാർ, അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുനിയാവിൻ്റെ കൂലിക്ക് നമ്മൾ ചെയ്യുന്നുമില്ല, ആഖിറത്തിന്റെ കൂലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ തീർച്ചയായിട്ടും ഒരു രാജ്യത്തിലും ഖുർആനും ഒന്നും വെറുത്തവരായിട്ട് എവിടെയും ഉണ്ടാവില്ല സഹോദരങ്ങളെ. പക്ഷെ പഠിപ്പിക്കുന്ന ആള്, അപ്പൊ ഈ ഖത്തീബ് എന്ന് പറയുന്ന ആള് വെറും ഖുത്ബ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാതെ ആ രാജ്യത്തിലെ ജനങ്ങളെ പഠിപ്പിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്നാണ്.
സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് മൻ അഹ്വജൻ നാസി ഇലാ തലബിൽ ഇൽം. അപ്പോൾ സമയമായോ? ഇത്രയായി മുസ്ലിം എന്തായാലും ഇവിടെ സമയമായോ? 10 മിനിറ്റ് കൂടെ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അൽ മുസ്ലിമൂൻ അലാ ശുറൂത്തിഹിം. ഇത് വലിയ ഹദീസാണ്, നമ്മൾ കേൾക്കാം. അൽ മുസ്ലിമൂൻ അലാ ശുറൂത്തിഹിം ഇല്ലാ മൻ ഹറമ ഹലാലൻ ഔ അഹല്ല ഹറാമൻ. മുസ്ലിമീങ്ങൾ ഷർത്ത്, അതിലാണ് നമ്മൾ സമസ്ത എന്താണ്? അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം. മുസ്ലിമീങ്ങൾ തമ്മിൽ ചില ഷർത്തുകൾ വെച്ചിട്ട് കൂട്ടായ്മ ഉണ്ടാവും. ഇത് മുഖ്യമായ ഹദീസാണ്. സിവില്ല ജമാഅത്തിൽ ഖബിൽതു മിൻക നിക്കാഹഹ വ തസ്വീജഹ. നിക്കാഹായി, ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരുത്തൻ ബുക്കിനെടുത്തോണ്ട് ഓടട്ടെ, നിക്കാഹായി പോയി. പിന്നെ അടുത്ത എഴുത്തെന്താണ്? അത് സിവില്ല. അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം ഇല്ലാ മൻ അഹല്ല ഹലാലൻ ഇല്ലാ മൻ അഹല്ല ഹറാമൻ ഔ ഹറമ ഹലാലൻ. മുസ്ലിമീങ്ങൾ തമ്മിൽ ഏകോപിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്താൽ അതിനെ പിൻപറ്റുന്നവരായിരിക്കണം. പക്ഷെ 2 കാര്യങ്ങൾ, ഹറാമിനെ ഹലാലാക്കി തീരുമാനമെടുത്താലോ പിൻപറ്റണ്ട, ഹലാലിനെ ഹറാമാക്കി തീരുമാനമെടുത്താലോ പിൻപറ്റണ്ട. ഇന്നല്ലാഹ വറസൂലഹു ലം യകുൻ യൻസാ ഷൈആ. ദീനിൽ അല്ലാഹുവും റസൂലും ഒന്നിനെയും മറന്നിട്ടുണ്ടാവില്ല. ഫമാ സകത അൻഹു ആഫിയ. അപ്പോൾ സംസാരിക്കാനൊക്കെ നിൽക്കുമ്പോൾ 1 മണിക്കൂറാണ് എനിക്ക് തന്നതെങ്കിൽ ഞാനിത് ആ അടിസ്ഥാനത്തിലാണ് സമസ്തയിലെ ഒരുപാട് നിയമങ്ങളെ ആലിമീങ്ങൾ ഇരുന്നുകൊണ്ട്, അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾ ഇരുന്നുകൊണ്ട് തീരുമാനിക്കുമ്പോൾ ഏതടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ പിൻപറ്റുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ഇൽമ് പഠിക്കേണ്ടത്? ഇന്ന് നോക്കിക്കോളൂ, ചുരുക്കി പറയുകയാണ്. ഇൽമ് പറയുന്ന പണ്ഡിതൻ നമ്മൾ നോക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവൻ നോക്കും. അവൻ എത്തിപ്പെടാത്തതിൽ കൂടുതലായിട്ട് നമ്മൾ എത്തിപ്പെടണം. എന്നാൽ മാത്രമാണ് നമ്മുടെ വാക്കുകൾക്ക് സമുദായത്തിൽ വിലയുണ്ടാവുക. വല്ലാഹി സമുദായത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാർ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ അതിൽ നോക്കുകയാണ് ആ വിഷയത്തെക്കുറിച്ച്. ഇതിനെന്താണ് വേണ്ടത്? മുതാലഅ മുറാജഅ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരാണ് ഏറ്റവും കൂടുതൽ ഇൽമ് പഠിക്കേണ്ടത്? അഹ്വജൻ നാസി ഇലാ തലബിൽ ഇൽം ഖാല അഅലമുഹും. ഏറ്റവും അറിവുള്ള ആലിമീങ്ങളാണ് ഇൽമ് പഠിക്കേണ്ടത്. കാരണം എന്ത്? ലിഅന്നൽ ഖതഅ മിൻഹു അഖ്ബഹ്. ആലിമീങ്ങളിൽ തെറ്റു വന്നാൽ അത് സമുദായത്തെ നശിപ്പിക്കും. ഇംഗ്ലീഷിൽ പറയും, എ ബാഡ് ഡോക്ടർ വിൽ കിൽ 1 person. A bad alim will kill the whole society. ഒരു ഡോക്ടർ ആളുകളെ ഒന്നൊന്നായിട്ട് കൊല്ലാം, പക്ഷേ ഒരു പണ്ഡിതൻ അവനിക്ക് തെറ്റുപറ്റിയാൽ സമുദായത്തിനെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ടാണ് മുതാലഅയും മുറാജഅയും ആരാണ് കൂടുതൽ ചെയ്യേണ്ടത്? ആലിമീങ്ങൾ. വല്ലാഹി നമ്മൾ മദ്രസകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് കാലം മാറിയിരിക്കുന്നു. നമ്മൾ പറയുന്ന ഹദീദ് അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാണും. അവൻ കാണാത്ത, അവനിക്ക് എത്തിപ്പെടാത്ത മസായിലു ദഖീഖ നമ്മൾ എത്തിപ്പെടുമ്പോൾ മാത്രമാണ് ദഅവത്ത് അതിൻ്റെ സ്ഥാനത്തെത്തുക. അതുകൊണ്ടാണ് ഒരു ഹദീദോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ നല്ലറ. ഇമാം സുലൈമാൻ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയുടെ വ്യാഖ്യാതാവ് പറഞ്ഞു, നദ്റതൻ വസുറൂറ. അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു, ഹദീദ് പഠിക്കുന്ന ആളുകൾക്ക് ഇന്ന മഅനാഹാ ഹുസ്നുൽ ജാഹി വൽ ഖദ്ർ ഫിൽ ഖൽഖ്. ഹദീദുകൾ പഠിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫഹഫിളഹാ. സുബ്ഹാനല്ലാഹ്, ഹഫിളഹാന്റെ അർത്ഥം പറഞ്ഞത്, ഞാൻ ഇത് വായിക്കുമ്പോൾ നമ്മളെ ഇന്നത്തെ ഫിൽ ഖൽബി വബിൽ കിതാബത്തി
ഖാല ഇബ്നു ഹജർ ബിലിസാനിഹി. ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖുർആനിന് ശേഷം ജനങ്ങളിലേക്ക് അതേപടി എത്തിക്കേണ്ട ഒരു ഇൽമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഖുർആനിന് ശേഷം ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടത് ഇവിടെ നല്ലറല്ലാഹു ഇംറാൻ സമിയ മഖാലതി ഫഹഫിളഹാ. ഹഫ്ളഹ എന്ന് പറഞ്ഞാൽ ബിൽ ഖൽബി വൽ കിതാബത്തി വൽ ലിസാൻ. വല്ലാഹി എണീറ്റ് നിൽക്കുമ്പോൾ 7-10 വർഷം ഓതിയത് ഒരു ഹദീസും ഒരു ആയത്തും പഠിച്ചുകൊണ്ട് സുപ്രസിദ്ധ വാഗ്മിയും അപാര പണ്ഡിതനായിട്ട് വരുമ്പോൾ 7-10 വർഷം പഠിച്ച ആലിമീങ്ങൾ ഞങ്ങൾ പഠിച്ചവരാണെന്ന് പൊതുജനങ്ങൾക്ക് ആയത്തുകളും ഹദീസുകളും ഹിഫ്ള് ചെയ്തുകൊണ്ട് എത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ അറിയില്ല സഹോദരങ്ങളെ. ഡോക്ടർ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നില്ലേ ഡോക്ടർ എന്നറിയാൻ? ആലിമീങ്ങൾ ഇന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ഹദീദ് 2 ഹദീദും പഠിച്ചിട്ട് അവനിക്ക് സുപ്രസിദ്ധ വാഗ്മിയും അപാര പണ്ഡിതനും 7-10 വർഷം ഓതിയ ആലിമീങ്ങൾ നിങ്ങൾ ആലിമാണെന്നുള്ളത് പൊതുജനങ്ങൾക്കറിയില്ല. അവർ കാണുമ്പോൾ നമ്മളുടെ സഖാഫത്തിനെ ഓതി ഹിഫ്ള് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീദോടുകൂടി ഞാൻ ചുരുക്കുകയാണ്. നല്ലറല്ലാഹു ഇംറാൻ സമിഅ മഖാലതി, എൻ്റെ ഹദീദ് കേൾക്കുകയും ഫഹഫിളഹാ, നാക്കിലും എഴുത്ത് നാക്ക് വല്ലാഹി ഇന്നത്തെ കാലത്ത് ആവശ്യം. വല്ലാഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീദിനെ നിങ്ങൾ പറയൂ, അതിന് തഹ്ദീറുണ്ട്. ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീദുകൾ കാല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീദുകൾ നാക്കിൽ കൂടി തുപ്പലിൽ കൂടി പുറത്തു വന്നപ്പോൾ സഹാബാക്കൾ എത്ര ബഹുമാനത്തോടു കൂടി എടുത്തുവോ ആ ബഹുമാനമാണ് ആ വാക്കുകൾക്കുള്ളത്. ആ വാക്കുകളെ ഉദ്ധരിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു തഹ്ദീറുണ്ടാവും. ആലിമീങ്ങളായ നമ്മളുടെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല, കാലത്തിൻ്റെ ആവശ്യം. നമ്മൾ പഠിച്ചവനാണ്, ആ ട്രേഡിലെ പ്രൊഫഷനാണെന്ന് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാതെ പാത്രത്തിൽ വെള്ളമെടുത്തതുപോലെ കൂട്ടാതെ കുറയ്ക്കാതെ എന്നിട്ട് അതിനെ കൊണ്ട് എത്തിച്ചു. ആര്? ഹദീദിൻ്റെ ആളുകൾ, ആലിമീങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഗൈറു ഫഖീഹ്, ഇയാൾ പറഞ്ഞ് ഇയാളെക്കാളും ഫിഖ്ഹുള്ള ആളാണ് കേട്ടത്. പറഞ്ഞ ആളിനെക്കാളും ഫിഖ്ഹുള്ള ആളായിരിക്കും കേട്ടത്. വേറൊന്ന്, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് നല്ലറല്ലാഹ്. വല്ലാഹി ഈ ഹദീദിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് മഖ്ബൂലായ ദുആയാണെന്നാണ്. ഇത് മഖ്ബൂലായ ദുആ എന്നാണ് കിതാബുകളിൽ കാണുന്നത്. ഹദീദിൽ ജീവിതം ചെലവഴിക്കുന്ന പണ്ഡിതന്മാരുടെ മുഖങ്ങളെ അള്ളാഹു പ്രകാശിപ്പിക്കുന്നത് ഈ ദുആ കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇമാം അലി റളിയല്ലാഹു ഇമാം സയ്യിദുൽ ഉലമ ഇവിടെ പറഞ്ഞു, അഖീദപരമായിട്ടുള്ള വിഷയങ്ങളെ നിങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കണമെന്ന്. ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ സകത അഹ്ലുൽ ഹഖ് അനിൽ ഹഖ് ഇജ്തറ അഹ്ലുൽ ബാഖ് ഹുവ ഫിൽ ഹഖ്. അഹ്ലുൽ ഹഖ് പറയേണ്ട ആളുകൾ പറയേണ്ട വിഷയത്തെ പറഞ്ഞില്ലെങ്കിൽ അഹ്ലുൽ ബാത്തിൽ അവർ വിചാരിക്കും നമ്മൾ ആ ഹക്കിലാണെന്ന്. ഞാൻ പറയുന്നു അത് മാത്രമല്ല, പൊതുജനങ്ങൾ ഇത്തബഊ, അഖീദപരമായിട്ടുള്ള വിഷയങ്ങൾ എതിരായിട്ട് പറയുമ്പോൾ അത് ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ, ഒന്ന് ആ ബാത്തിൽ പറഞ്ഞ ജാഹില് അവൻ വിചാരിക്കും ഞാൻ പറഞ്ഞത് ഹക്കാണ്. അതാണ് അലിറളിയല്ലാഹു അൻഹു. ഞാൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്, പൊതുജനങ്ങളും വിചാരിക്കും അത് ഹക്കാണെന്ന്. എന്നിട്ട് പറഞ്ഞു, ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇന്ന സുകൂത ഫീ മൗദിഇൽ ബയാനി ഖതഅൻ യുഅയ്യിദുൽ ബാത്തിൽ, അഖീദപരമായിട്ടുള്ള വിശ്വാസങ്ങൾ വരുമ്പോൾ അതിനെ മൗനം അവലംബിക്കൽ യുഅയ്യിദുൽ ബാത്തിൽ, ബാത്തിലായ വിഷയങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും പറഞ്ഞു, ഒരു വിഷയത്തെക്കുറിച്ച് തൗദീഹ് ചെയ്യുമ്പോൾ അത് ലൈസ ബി ഖുസൂമ ഹിയ തൗദീഹ്,
ഒരു വിഷയം മീഡിയക്കാരൻ ഇതാ പ്രതികരിക്കുന്നു എന്ന് എഴുതും. പ്രതികരിക്കുന്നു എന്നെഴുതല്ല, ആലിമീങ്ങൾ പറഞ്ഞ ഒരു 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 അഖീദപരമായിട്ടുള്ള ഒരു വിഷയത്തെ വേറൊരാൾ അതിന് മറുപടി പറയുമ്പോൾ ഇതാ ഇയാൾ പ്രതികരിക്കുന്നു എന്നാണ് ഇന്ന് ലാംഗ്വേജ് ഉപയോഗിക്കൽ. കിതാബുകളിൽ പറഞ്ഞത് ലൈസ ബി ഹുസൂമ, അത് ഹുസൂമയല്ല, തൗളീഹുൽ ഹഖ്, ഹഖിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കലാണ്. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. ഈ മജ്ലിസിന് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, റഹ്മത്ത് ചെയ്യുമാറാകട്ടെ, ആഫിയത്തിനെ തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിസ്മിക الطيب الطاهر المبارك الأحب إليك إذا دعيت به أجبته، إذا سئلت به أعطيته، إذا استرحمت به رحمته، إذا استفرجت به فرجته. اللهم إنا ندعوك الله، ندعوك الرحمن، ندعوك بر الرحيم. اللهم إنا ندعوك بأسمائك الحسنى وصفاتك العليا وآياتك العظمى أن تغفر لنا، تغفر لآبائنا وأهلينا، وترحمنا وترحمني آبائنا وأهلينا، وترزقنا وتعافينا وتهدينا، تستجب دعاءنا، ترزقنا وتعافينا وتفرج همومنا وتكشف كروبنا، تقضي هوائجنا، تستجب دعاءنا. اللهم أنت تستجب دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك أن تجعل كل قضاء تقضيه لنا خيرا. آمين آمين آمين. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم، والحمد لله رب العالمين. السلام عليكم ورحمة الله.